പുതിയ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി തന്നെ വഹിക്കാൻ സാധ്യതയെന്ന സൂചന. ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകിയാൽ ഭരണത്തിൽ പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്ന നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിലയിരുത്തുന്നു. മന്ത്രിസഭയിലെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകുന്നതും പരിഗണനയിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളാണോ ഈ കാര്യം പറയുന്നത്? ഗുഡ് മോർണിംഗ്. SKN മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ ആര് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. ഇതുവരെ കേരളത്തിലെ നിയമസഭയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ഒഴിച്ചാൽ ബാക്കി എല്ലാ ഘട്ടത്തിലും മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത ഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെ കയ്യിൽ വെക്കണം എന്നൊരു അഭിപ്രായം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രകടിപ്പിക്കുന്നത്. അല്ലാത്തപക്ഷം മന്ത്രിസഭയിൽ പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്ന പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് താൻ തന്നെ കൈകാര്യം ചെയ്യുമെന്ന നിലപാടിലാണ് വി.ഡി. സതീശൻ ഉള്ളത്. മന്ത്രിസഭയിൽ ചേരാൻ രമേശ് ചെന്നിത്തല തയ്യാറാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ അഭ്യന്തരം കഴിഞ്ഞാലുള്ള ഗ്ലാമർ പോർട്ട്ഫോളിയോ ആയ ധനവകുപ്പ് നൽകുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത്. എന്തായാലും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ഇന്റർസിറ്റി എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് രാവിലെ 10 മണിയോടുകൂടി എത്തും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ വീട്ടിൽ ചെന്ന് കാണാൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തയ്യാറായേക്കും. അനുനയത്തിന്റെ വാതിൽ അദ്ദേഹം തന്നെ തുറക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.